Hey guys, welcome back to my channel. So guys, ഞാൻ അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും ഈ മഴ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ മാത്രമല്ല പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ മഴ വീടിനകത്ത് കയറുമ്പോൾ മഴയില്ല, പുറത്തിറങ്ങും മഴയുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ ഇതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാലും കറണ്ട് പോകുന്നു ഗൈസ്. പക്ഷെ ഞാൻ തളരത്തില്ല ഗൈസ്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ടോർച്ച് അടിച്ച് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത്. ടോർച്ച് അടിച്ച് വെച്ച് നടത്താൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 24 മണിക്കൂർ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. നോ ഈറ്റിംഗ് ഫുഡ് ചാലഞ്ച്. അപ്പം നമ്മുടെ സമയം ഇപ്പോൾ 8:45 ആയിട്ടുണ്ട്. അതായത് ഞാൻ ലാസ്റ്റായിട്ട് ഫുഡ് കഴിച്ചത് 8 മണിക്കായിരുന്നു. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ എന്തായാലും ഒരു ദിവസം ഫുള്ള് കഴിക്കാതില്ല, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയപ്പോൾ അവിടെ അത്ര നല്ല ഫുഡായിരുന്നില്ല ഗൈസ്. അവിടെ അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര നല്ല ഫുഡൊക്കെ ആയിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നെന്തോ എനിക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല. ഭയങ്കരമായിട്ട് കഴിച്ച് വയറൊക്കെ നിറച്ച് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗൈസ് എന്താവും അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകില്ല. കണ്ട കറണ്ട് പോയിട്ട് പോലും നമ്മൾ പിന്മാറിയിട്ടില്ല. പിന്നെ എന്ത് വന്നിരുന്നാലും പിന്മാറില്ല. അപ്പം ഈ 8 മണി മുതൽ നാളെ ഈ സമയം വരെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ സർവൈവ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതിനിടെ എന്ത് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തലറങ്ങിൻ്റെ വീഴോ എനിക്കറിയാൻ പാടില്ല. എന്ത് കാടോ എടുത്തുകൊണ്ട് പോകാൻ പോലും ആരുമില്ല. സോ ഗൈസ് നമുക്ക് എന്തായാലും തന്നെ നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ 8:45. 8 മണിക്കാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയ സമയമാണ്. 8:45. ഈ സമയം മുതൽ നാളെ 8 മണി വരെ പാത്തുകളാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ടൈം 12:42, അതായത് 1 മണിയാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 8 മണിക്ക് തുടങ്ങി 1 മണിയോടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 17 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഒരു 7 മണിക്കൂറിൻ്റെ ബാക്കിയുള്ളൂ. ഇതുവരെ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. 11:30 വരെയൊക്കെ ഒട്ടും ഞാനങ്ങനെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. 11:30 ചെറിയ വിശപ്പ് വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അങ്ങോട്ട് പോയി നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് 18:30 മണിക്കൂറാവാൻ പോവാണ്. അതായത് ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. വിശപ്പ് അങ്ങനെ തീരെ ഇല്ലെന്നല്ല, വിശപ്പ് അങ്ങനെ വലുതായിട്ടില്ല. എനിക്കങ്ങനെ വലിയ വിശപ്പൊന്നും അനുഭവപ്പെടില്ല. പിന്നെ എൻ്റെ എനർജി കുറച്ചായിട്ട് കുറഞ്ഞു വരെയാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പേ ഒരു മാച്ചിനൊക്കെ പോയിട്ട് വലുതായിട്ട് കളിച്ചില്ല, എന്നാലും കുറച്ചധികം നല്ല രീതിയിൽ കളിച്ചിട്ടാണ് വന്നത്. സോ അപ്പോൾ എൻ്റെ എനർജി കുറേ അവിടെ തീർന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫുഡും വെള്ളവും ഇതുവരെയും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതില്ലാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ അയ്യേ വിശക്കണേ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ആവും. അതായത് എനിക്ക് സാധാരണ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് നല്ല വിശപ്പ് കൂടുന്നത്. എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ വൈകുന്നേരം രാത്രി ആ സമയം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. വീണ്ടും മഴ. സോ നമുക്ക് ബാക്കി നോക്കാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഈ നടക്കുമ്പോൾ ചെറിയൊരു എനർജിയുടെ കുറവാണ്. നമുക്ക് മനസ്സിലാവുമല്ലോ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡള്ള്, അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഷുവറായിട്ട് 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് ഏതാണ്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ. 18.5 മണിക്കൂറായി. അപ്പോൾ 24 വേണ്ടിയിട്ട് ഇനി നമുക്കിനി ഒരു 5.5 മണിക്കൂർ ഇരുന്നാൽ മതി. അത്രയും സമയം കൂടി ഇനിയിപ്പോൾ മഴ തുടങ്ങി. എന്തായാലും ഇനി വീട്ടിലായിരിക്കും. വീട്ടിലിരുന്ന് സമയം കളയുക. പിന്നെ നമ്മൾ 8 മണിക്ക് അടുത്ത് ഫുഡ് കഴിക്കണം. അതിനുള്ള ഏർപ്പാട് നോക്കണം. പറ്റുമെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ടും കൂടെ പോകാൻ നോക്കണം. അതായത് 24 മണിക്കൂറായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കുഴപ്പം ഉണ്ടാവണ വരെയൊക്കെ പോവാം. സോ നമ്മുടെ ചലഞ്ച് ഇതുവരെ വളരെ വിജയകരമാണ്. ഒരു കുഴപ്പമില്ലാതെ ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ മഴ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനെപ്പോൾ പുറത്തോട്ട് ഇറങ്ങണോ, ഞാനെപ്പോൾ വീഡിയോ എടുക്കണോ അപ്പോൾ കറക്റ്റായിട്ട് പെയ്തോട്ടെ. അതതിൻ്റെ കാര്യം നോക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചലഞ്ചൊക്കെ ചെയ്യണമല്ലേ. അപ്പോൾ താഴെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ലൈക്ക് ബട്ടണുണ്ട്. ചുമ്മാ ജസ്റ്റ് വെറുതെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് അമർത്തി വെക്കാം. അങ്ങനെ നമ്മുടെ സമയം 6 മണിയായിരിക്കുകയാണ്. അതായത് 8 മണിക്ക് ഇനി വെറും 2 മണിക്കൂറേ ബാക്കിയുള്ളൂ. നമ്മൾ 22 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 22 മണിക്കൂർ എനിക്ക് ഭയങ്കര ഈസി ടാസ്ക് ആയിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര വലിയ ഇങ്ങനെ വിശപ്പിൻ്റെ ആ ഒരു ഫീലൊന്നുമില്ല. ഇപ്പോഴും ഞാൻ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടെയൊക്കെ എനിക്ക് ഇതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇതുവരെയും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര വിശപ്പോ ദാഹമോ അങ്ങനെ ഒന്നുമില്ല. മേ ബി വലിയ എഫേർട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കും. അതായത് വേറെ വലിയ ഇങ്ങനെ ജോലിയൊന്നുമില്ലല്ലോ. രാവിലെ കിടന്നു, വൈകിയാണ് എണീറ്റത്. രാത്രി വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ കുറച്ച് നേരം കളിക്കാൻ പോയി. പിന്നെ ബാക്കി സമയം ഇങ്ങനെ വെറുതെ നിന്ന് കിടന്നൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ഇതുവരെയും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ചെറിയൊരു വിശപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചെറിയൊരു വിശപ്പ്, അല്ലാണ്ട് വേറെ നമുക്ക് ഒരു കുഴപ്പമില്ല.
നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. 22 മണിക്കൂർ ഭയങ്കര ഈസി ടാസ്ക്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 22 മണിക്കൂർ പുഷ്പം പോലെ നമ്മൾ കിടന്നിരിക്കുകയാണ്. ഇനി വേറെ 2 മണിക്കൂറുള്ളൂ, അത് ഈസി ആയിട്ട് കഴിഞ്ഞു പോകും. അപ്പോൾ ഇത് ഭയങ്കര ഈസി ടാസ്ക് ഗൈസ്. ഞാനും ഇത്ര ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കംപ്ലീറ്റ് ചെയ്തില്ല, ഇനി 2 മണിക്കൂറുണ്ട്. പക്ഷേ സോ നമുക്ക് എന്തായിരുന്നാലും ചലഞ്ച് അവസാനമൊക്കെ ആവുമ്പോൾ കാണാം. ഞാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഗൈസ്. ആൻഡ് ഇറ്റ്സ് ടൈം ടു എൻഡ് ദിസ് ചലഞ്ച് ഗൈസ്. നമ്മുടെ ചലഞ്ച് അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ആൻഡ് സോ ഐ എം വെരി പ്രൗഡ് ബിക്കോസ് ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് പാലിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ 24 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ സർവൈവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ 7:45 ആയിട്ടുണ്ട്. ഇന്നലെ 8 മണിക്ക് തുടങ്ങിയ ചലഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും, ഇനി എടുത്ത് പറയുന്നു, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെയാണ് നമ്മൾ ഇത്രയും നേരം നിന്നത്. വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലായിരുന്നു. ഇടയ്ക്ക് പുറത്ത് കളിക്കാനൊക്കെ പോയി, അല്ലാതെ പുറത്ത് ആവശ്യമൊക്കെ പോയി, ഭയങ്കര എഫേർട്ട് എടുത്തില്ല, അല്ലാതെ പുറത്തൊക്കെ പോയി വീട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ നമുക്കിങ്ങനെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു വിശപ്പേ ഉള്ളൂ, ഭയങ്കരമായിട്ട് വിശപ്പൊന്നുമില്ല. വേണമെങ്കിൽ എനിക്ക് ഇനിയും കുറേ നേരം കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനർജിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഉള്ള എനർജികൾ കുറവാണ്. പക്ഷേ എന്നേരം തന്നെ എനിക്ക് ഓടാം, നടക്കാം, ഇരിക്കാം, എന്ത് വേണോ ചെയ്യാം, വേറെ ഒരു കുഴപ്പമില്ല. 24 മണിക്കൂർ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. ആദ്യമായിട്ടാണ് 24 മണിക്കൂർ ചലഞ്ചായിട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചലഞ്ചായിട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ മുന്നിൽ ഇനി 14 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മൾ ചലഞ്ച് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചലഞ്ച് തീരുമ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ മുമ്പേ. ഫുഡ് കഴിക്കാത്തതിനൊരു കാരണമുണ്ട്. അത് നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ട് കറക്റ്റ് 8 മണി കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഈ ചലഞ്ച് ഒന്നും ആവാത്തതുകൊണ്ട്, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ അംശം പോലും അനുഭവിക്കാത്തത് കൊണ്ടും ഞാൻ ഈ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ റൂളിൽ വ്യത്യാസം മാറ്റം വരുത്തിയിട്ട് ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇന്ന് 8 മണിയാകുമ്പം കറക്റ്റ് 24 മണിക്കൂറാവും. ഈ 24 മണിക്കൂർ കഴിഞ്ഞും ഇതേ ചലഞ്ച് ഇതേപോലെ മുന്നോട്ട് പോകും. ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം, അതായത് ഞാൻ വെള്ളം കുടിക്കും. ഫുഡ് എടുക്കത്തില്ല, എന്നാൽ വെള്ളം കുടിക്കും. വെള്ളം ആവശ്യത്തിന് കുടിക്കാം, എത്ര വേണമെങ്കിലും കുടിക്കാം. കാരണം ഓൾറെഡി ഞാൻ 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് ഫിസിക്കലി ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വെള്ളം കുടിച്ച് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അത് ഇനി എത്ര പോകുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം നമ്മൾ ഓൾറെഡി 24 മണിക്കൂർ ഫുഡില്ലാതെ സർവൈവ് ചെയ്തതാണ്. അടുത്ത 24 മണിക്കൂർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് വി വിൽ ട്രൈ. ഏത് വരെ പോകുമോ അതുവരെ വച്ച് നമ്മൾ മതിയാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫൈനലി വി ആർ കംപ്ലീറ്റഡ് ദി ചലഞ്ച് ഗൈസ്. അപ്പം 8 മണി എന്ന് പറഞ്ഞാൽ 8:12 ആയിട്ടുണ്ട്. ചെറിയൊരു കോൾ വന്നിട്ട് ആവശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ 8:12 ആയിട്ടുണ്ട്. അതായത് 24 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ പിന്നിട്ടിരിക്കുന്നു ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ വെള്ളമായിരുന്നു. എൻ്റെ ആത്മാർത്ഥത കൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ നിന്നില്ല. ഇത് പഞ്ചസാരയുണ്ടോ അളവൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് അടിച്ചെടുത്തു, കുടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, 24 മണിക്കൂറിന് ശേഷം ആദ്യമായിട്ട് വെള്ളം കുടിക്കാൻ പോവുകയാണ്. ടേസ്റ്റ് നോക്കാത്ത പണിയായി ഗൈസ്. പഞ്ചസാര ഇല്ല, കറിയ കൂടുതൽ. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് ഞാൻ പഞ്ചസാര ഇട്ട് കലക്കി പിന്നെ കുടിച്ചോളാം. അപ്പോൾ നമ്മുടെ അടുത്ത ചലഞ്ച് ഇവിടെ നിന്ന് ഈ 8 മണി തൊട്ട് എൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നാളെ 8 മണി വരെ നമുക്ക് വെള്ളം കുടിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, കാരണം അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും സൈനിങ് ഔട്ട്. ഡു വ്ലോഗ്സ്. ലെറ്റ്സ് ഗോ.